നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു നായയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? നായ്ക്കൾ വളരെയേറെ വിശ്വസ്തരും സ്നേഹമുള്ളവരും കരുതലുള്ളവരുമാണ്. അവർ നമ്മെ സംരക്ഷിക്കുകയും നമ്മുടെ ഒപ്പം നിന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുകയും ചെയ്യുന്നവരാണ്, അല്ലേ? യഥാർത്ഥത്തിൽ മനുഷ്യരാശിയുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് നായ്ക്കളെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഈ സ്നേഹനിധികൾക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. വേണ്ട വിധത്തിൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവ അപകടകരമാകും. ഇന്ന് നമുക്ക് നായകളുടെ ലോകത്തേക്ക് ഒന്ന് കടന്നുപോയാലോ? വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ 10 നായ ഇനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യമായി പറയാൻ പോകുന്നത് പിറ്റ്ബുളിനെ പറ്റിയാണ്. ആ പേര് കേട്ടപ്പോ തന്നെ പലർക്കും ഒരു പേടി മനസ്സിൽ വന്നിട്ടുണ്ടാകും. വളരെ സ്ട്രോങ്ങും അചഞ്ചലമായ നോട്ടത്തിനും പേര് കേട്ടവരാണിവർ. പേടിപ്പെടുത്തുന്നവരാണെങ്കിലും നന്നായി പരിശീലിപ്പിക്കപ്പെടുമ്പോൾ ഈ നായ്ക്കൾ അവിശ്വസനീയമാംവിധം സ്നേഹിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ചരിത്രപരമായി ബുൾ ബെയ്റ്റിങ്ങിനും ഡോഗ് ഫൈറ്റിങ്ങിനും വളർത്തിയെടുത്തവയായതുകൊണ്ട് തന്നെ ഇത് അപകടകരമായ മൃഗങ്ങളുടെ ലിസ്റ്റിലേക്ക് കയറി പറ്റുകയായിരുന്നു. വർഷങ്ങളായി നിരവധി ഗുരുതരമായ ആക്രമണങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഇവർ അപകട പട്ടികയിൽ 1-ാം സ്ഥാനത്താണുള്ളത്. 2-ാം സ്ഥാനത്തുള്ളത് നായ്ക്കളുടെ ലോകത്തിന്റെ സംരക്ഷകരായ റോട്ട്വീലറാണ്. ദൃഢമായ ബിൽഡ്, കറുത്ത കോട്ട്, ടാൻ അടയാളങ്ങൾ എന്നിവയൊക്കെയുള്ള ഇവയെ പുരാതന റോമിൽ കന്നുകാലികളെ മേയ്ക്കുന്നതിനും വണ്ടികൾ വലിക്കുന്നതിനുമാണ് വളർത്തിയിരുന്നത്. ഒരു പ്രശ്നം തോന്നിയാൽ അമിതമായി ആക്രമണകാരികളാകുന്നവരാണിവർ. പരിശീലനം ലഭിക്കാത്തതോ അല്ലെങ്കിൽ മോശമായ പെരുമാറ്റം അനുഭവിച്ചതോ ആയ റോട്ട്വീലറുകൾ ഉപദ്രവകാരികളായ നിരവധി കേസുകളുണ്ട്. എന്നാൽ സ്നേഹത്തോടെ വളർത്തിയാൽ ഏറ്റവും വിശ്വസ്തരായ ഒരു കുടുംബാംഗമായി ഇത് മാറുകയും ചെയ്യും. 3-ാം സ്ഥാനത്തുള്ളത് പോലീസ് സേനയുടെയും സൈന്യത്തിന്റെയും നായകനായ ജർമ്മൻ ഷെപ്പേർഡാണ്. ഈ നായ്ക്കൾ ഉയർന്ന ബുദ്ധിശക്തിയുള്ളവരാണ്. ഇത് സുരക്ഷയ്ക്കും തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും അവരെ മികച്ചതാക്കുന്നു. മാനസികമായി ഉത്തേജിപ്പിക്കപ്പെടുകയോ ശരിയായി പരിശീലിപ്പിക്കുകയോ ചെയ്തില്ലെങ്കിൽ അവർ ആക്രമണകാരികളാകും. 4-ാം സ്ഥാനത്തുള്ളത് വളരെ സ്ട്രോങ് ആയ അമേരിക്കൻ ബുൾഡോഗ്സ് ആണ്. ഫാമുകളിൽ ജോലി ചെയ്യാനും കന്നുകാലികളെ സംരക്ഷിക്കാനും വേട്ടയാടാൻ സഹായിക്കാനുമാണ് അവരെ ആദ്യം വളർത്തിയിരുന്നത്. അവരുടെ ശക്തമായ താടിയെല്ലുകളും സംരക്ഷണ ബോധവും സാമൂഹികവൽക്കരിക്കപ്പെട്ടില്ലെങ്കിൽ അവരെ അപകടകരമാക്കുന്നു. പരിശീലനം ലഭിക്കാതെ വിട്ടുപോയ അമേരിക്കൻ ബുൾഡോഗുകൾ അപരിചിതരെ ആക്രമിച്ച സംഭവങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഈ നായ്ക്കൾ അവരുടെ കുടുംബങ്ങളോട് വിശ്വസ്തരും സ്നേഹമുള്ളവരുമാണ്. 5-ാം സ്ഥാനത്തുള്ളത് ബുൾ മാസ്റ്റിഫുകളാണ്. ഭീമാകാരമായ വലിപ്പവും ശക്തിയും കൊണ്ട് ഏവരെയും ഭയപ്പെടുത്താൻ കെൽപ്പുള്ള ഇവയെ 19-ാം നൂറ്റാണ്ടിൽ വേട്ടക്കാരിൽ നിന്ന് എസ്റ്റേറ്റുകളെ സംരക്ഷിക്കാനായാണ് വളർത്തിയിരുന്നത്. ബുൾ മാസ്റ്റിഫുകൾ സ്വാഭാവികമായും ആക്രമണകാരികളല്ല. പക്ഷേ അവർക്ക് പ്രശ്നം അനുഭവപ്പെടുകയാണെങ്കിൽ അവർ വേഗത്തിലും ശക്തമായും പ്രവർത്തിക്കും. അവരുടെ ഭീമാകാരമായ വലിപ്പം കാരണം അവരിൽ നിന്നുള്ള ഒരു ചെറിയ തട്ടിനു പോലും ഒരാളെ തട്ടിത്തെറിപ്പിക്കാൻ കഴിയും. 6-ാം സ്ഥാനത്തുള്ളത് നീല കണ്ണുകളും ചെന്നായയുടെ രൂപവും കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സൈബീരിയൻ ഹസ്കീസ് ആണ്. അവർ അവരുടെ ഊർജത്തിനും സ്റ്റാമിനയ്ക്കും പേര് കേട്ടവരാണ്. പരിശീലിപ്പിക്കാൻ വളരെ പ്രയാസമുള്ള ഇവർക്ക് ശരിയായ പരിശീലനം ഇല്ലെങ്കിൽ അവ പ്രശ്നക്കാരാകും. സ്വഭാവമനുസരിച്ച് അവ അഗ്രസീവ് അല്ലെങ്കിലും അവയുടെ എനർജി ലെവൽ നിയന്ത്രിക്കാത്തതിനാൽ അവ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയതായി റിപ്പോർട്ടുകൾ ഉണ്ട്. 7-ാം സ്ഥാനത്തുള്ളത് ലാബ്രഡോറുകളാണ്. ആ പേര് കേട്ട് നിങ്ങൾ ഞെട്ടിയോ? അതെ, ഏറ്റവും സൗഹൃദപരമായ നായ്ക്കൾ എന്നറിയപ്പെടുന്ന ലാബ്രഡോറുകൾക്കും അപകടകരമായ ഒരു വശമുണ്ട്. ലാബുകൾ സ്നേഹമുള്ളവരും വിശ്വസ്തരുമാണ്. എന്നാൽ അവയുടെ ഊർജവും ആവേശവും ചിലപ്പോൾ പ്രശ്നങ്ങൾക്കിടയാക്കും. പരിശീലനം ലഭിക്കാത്തതോ സാമൂഹികവൽക്കരിക്കപ്പെടാത്തതോ ആയ സന്ദർഭങ്ങളിൽ ലാബുകൾ ആക്രമണ സംഭവങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 8-ാം സ്ഥാനത്തുള്ളത് ശക്തരായ ബോക്സേഴ്സ് ആണ്. വേട്ടയാടലിനും സംരക്ഷണത്തിനും വേണ്ടിയാണ് ഇവയെ ആദ്യം വളർത്തിയിരുന്നത്. അവർ സാധാരണയായി അക്രമാസക്തരല്ലെങ്കിലും അവർക്കൊരു പ്രശ്നം തോന്നിയാൽ അവർ അപകടകാരികളായി മാറും. ബോക്സർമാർക്ക് അവരുടെ എനർജി പോസിറ്റീവായി ഉപയോഗിക്കാൻ ശരിയായ പരിശീലനം വളരെ ആവശ്യമാണ്. 9-ാം സ്ഥാനത്തുള്ളത് കാവൽ നായയായ ഡോബർമാൻ ആണ്. സംരക്ഷണത്തിനായി വളർത്തിയെടുത്ത അവർ അവരുടെ ജോലി വളരെ നന്നായാണ് നിറവേറ്റുന്നത്. എന്നിരുന്നാലും ശരിയായി പരിശീലിപ്പിച്ചില്ലെങ്കിൽ അവർ ആക്രമണകാരികളായി മാറും. നിരവധി ആക്രമണങ്ങളിൽ
ഡോബർമാൻമാർ ഉൾപ്പെട്ടതായി കഥകളുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അവർ വളരെ വിശ്വസ്തരും അവരുടെ കുടുംബങ്ങളെ നന്നായി സംരക്ഷിക്കുന്നവരുമാണ്. 10ാം സ്ഥാനത്തുള്ളത് പലപ്പോഴും ഹസ്കികളെ തെറ്റിദ്ധരിക്കപ്പെടുന്ന അലാസ്കൻ മലമൂത്സ് ആണ്. ഈ ശക്തമായ നായ്ക്കളെ സ്ലെഡ് പുള്ളിങ്ങിനായാണ് വളർത്തുന്നത്. അവയുടെ വലിപ്പവും ശക്തിയും ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവ അപകടകരമായി മാറും. അപ്പോ ഇതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും അപകടകരമായ 10 നായ ഇനങ്ങൾ. ഒരു നായയും അപകടകാരിയായി ജനിക്കുന്നില്ല. അവരുടെ ചുറ്റുപാടുകൾ, വളർത്തു രീതികൾ, ചികിത്സ എന്നിവയാണ് അവരുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നത്. സ്നേഹവും പരിചരണവും ശരിയായ പരിശീലനവും ഉണ്ടെങ്കിൽ ഏതൊരു നായയ്ക്കും നാം എല്ലാവരും സ്വപ്നം കാണുന്ന വിശ്വസ്ത കൂട്ടാളിയാകാൻ സാധിക്കും. നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട നായ ഇനം ഏതാണെന്ന് കമന്റ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.